ഇപ്പം കോടതി വിധിയൊക്കെ വന്നേക്കാണ്. സന്തോഷമുണ്ട്, 100% സന്തോഷമുണ്ട്. നമുക്ക് സത്യം പുറത്തു വരുമല്ലോ, സത്യം തെളിയുമല്ലോ. സംഭവം ഒരു മനുഷ്യനെ ജീവനോടെ കൊണ്ടുവച്ചോ കൊന്നകിരെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. സമാധി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു കിടരോഗിയായി കിടന്ന ഒരു മനുഷ്യൻ, എനിക്ക് 35 വർഷം കൊണ്ട് ഈ സ്വാമി എന്ന് പറഞ്ഞാൽ ഗോവമണി തന്നെയാണ് യഥാർത്ഥ പേര്. അപ്പോൾ ഈ 35 വർഷത്തേക്ക് മുമ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ടോ, ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൂടെ അയൽവക്കക്കാരനാണ് ഞാനാണ് ഇത് കാണാതെ ഇവിടെ നോട്ടീസ് പൊട്ടിച്ചപ്പോൾ ഞാനാണ് ആൾക്കാരെ വിളിച്ചതും പോലീസിന് പരാതി പറയുകയും വിളിച്ചറിയിച്ചതും എല്ലാം ചെയ്തത്. അങ്ങനെയാണ് പോലീസുകാർ വന്നതും ചാനലുകാരെല്ലാം വന്നത്. അവർക്കും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവിച്ച ചരിത്രങ്ങളെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലുകാർക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇത് അമ്മയും 2 മക്കളും മരുമകളും കൂടി ചേർന്ന് ചെയ്തതാണ്. സംഭവം ഈ സമാധിരിക്കാൻ പോണവരാരും കരിക്ക് ജപിച്ച് കുടിക്കില്ല, BP ഷുഗറിൻ്റെ ഗുളിക കഴിക്കില്ല, കഞ്ഞി കുടിക്കില്ല. അപ്പോൾ ഇത് ഈ കിടക്കണ ഒരു മൂത്രമൊഴിച്ച് മലം പോവാതെ കിടന്ന ഒരു മനുഷ്യനാണ് അവിടെ കിടന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടുകാരൻ വിശംബരം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വിളിച്ച് പറയണം, റോഡ് ചെന്നപ്പം ഒരിക്കൽ മൂത്രം ഒഴിച്ച് തുണി മാറിയിട്ട് 2ാമത് മൂത്രം ഒഴിച്ചപ്പോൾ എപ്പോഴും മൂത്രം ഒഴിക്കണോടാന്ന് ഏട്ടെന്ന് തന്തേടി മൂത്തമ്മ ചോദിച്ചിരിക്കണമെന്ന്. അമ്മ ഇപ്പം മൂത്രം തുണി മാറ്റിയുള്ളതെന്ന്. അങ്ങനെയുള്ള സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ഇവരാണ് കോടതി പോയായിരുന്നാലും പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് പറയാൻ കാര്യം എന്തിനാണ്? ഇവരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ന്യായം കിട്ടണം, നമുക്ക് നീതി ഇതിൽ കിട്ടണം, നാട്ടുകാർക്ക് നീതി കിട്ടണം. ഈ സമാധി നല്ല രീതിയിൽ ഇരുന്നെങ്കിൽ തൊട്ടടുത്ത വീടാണ് ഞങ്ങൾ. ഈ തൊട്ടടുത്ത് ഒരു 100-300 മീറ്റർ അകത്തേ ഉള്ള എൻ്റെ വീട്, ഈ പുള്ളിയുടെ ക്ഷേത്രവും ഈ വീടായിട്ടുള്ളത്. ഇങ്ങേര് എൻ്റെ കൂടെ തടി മുറിക്കാനൊക്കെ വന്നിട്ടുണ്ട്, കയർ പിടിക്കാൻ. അങ്ങേര് പാലം വിട്ട് അടങ്ങലെടുത്തപ്പോൾ അവരെ കൂടെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അവരിപ്പം പറഞ്ഞ ചേട്ടന് ഒരുപാട് വിരോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു വിരോധമൊന്നുമില്ല. എനിക്ക് അങ്ങേര് മരിക്കുന്നവരെ ഈ സമാധി ഇരുത്തുന്നതിന് മുമ്പ് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ ഇപ്പോൾ ഒരു 6 മാസത്തേക്ക് ഏകദേശം 1 വർഷത്തേക്ക് മുമ്പ് ഇങ്ങനെ കാല് കുപ്പിയുടെ കൊണ്ട് ആശുപത്രി പോയി. അപ്പോഴും എന്നെ കണ്ട് തമ്പി ഞാൻ ആശുപത്രി പോകണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഭാര്യയ്ക്ക് മക്കളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇപ്പോഴെനിക്ക് വിരോധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആളെ കാണാതെ ഇരുന്നുകൊണ്ട് മാത്രം ഒരു വിരോധം. സമാധി ഇരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ നോക്കില്ല. കാര്യം അങ്ങനെയുള്ള നടന്നിരുന്ന ഒരാളാണ്, ഡെയിലി കാണുന്ന ഒരാൾ സമാധി ഇരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. 1 കൊല്ലത്തിലധികം സുഖല കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എങ്ങനെ സമാധി ഇരിക്കും? ഇളയ മോഹൻ പറയണത് സമാധി ചമ്മണം കൊട്ടിയിരുന്ന് കൈയും പൊക്കി വെച്ചുകൊണ്ട് ഞാൻ ഇരുന്നെന്ന്. അമ്മ പറയണത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ചിടിക്കണമെന്ന്. അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ നോക്കും? വിശ്വസിക്കാൻ നോക്കില്ല. ഇങ്ങേര് കല്ലുമൊഴി പ്ലാവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. അവിടെ ഒരു അവിടുത്തെ ഈടവന്മാരായിട്ട് അടി നടന്ന് വെട്ട് നടന്ന ഒരു സ്ത്രീ അടക്കം വെട്ട് നടന്നിട്ട് അവിടുന്ന് ഒളിച്ചോടിയാണ് ആറാലുമുട്ടി വന്നത്. ആറാലുമുട്ടി വന്ന് ഇവിടെ വന്ന് സ്ഥലം മാറ്റി ഇവിടെ മാറ്റി ആറാലുമുട്ടി ജംഗ്ഷനിൽ 200 മീറ്ററിന് താഴ്വശത്ത് ചെറിയകുണം എന്ന സ്ഥലത്തിനടുത്താണ് വീട് വെച്ച് താമസിച്ചത്. അങ്ങനെ ഒരു മൂത്ത മോൻ എന്ന് പറഞ്ഞാൽ ഒരു 13-14 വയസ്സിൽ മരിച്ച് അവിടെ അടക്കി. ആ വീട്ടിൽ അടക്കി കൂളത്തല ഭസ്മം പൂളിട്ടാണ് മൂടിയത്. മൂടി മാർബിളിട്ട് എല്ലാം മൂടി റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ആ വീട് സ്ഥലം വിറ്റ സമയത്തിന് ഈ മാർബിളിനെ ഇടിച്ച് കളഞ്ഞ് എല്ലാം ചെയ്തിട്ടാണ് വിറ്റത്. കല്ലറ പൊളിച്ച് ഈ അമ്മയും ഈ സ്വാമിയുടെ 2 മക്കളും കൂടി ആ കല്ലറ പൊളിച്ചാണ് ആ വസ്തു വിറ്റത് അരിമാനൂരുള്ള ആളിന്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വീട് വെച്ചത്. ഇതിൻ്റെ ഈ രാജസേന എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ വേറെ പണിക്ക് പോകണ കണ്ടിട്ടില്ല. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു 10 വർഷത്തേക്ക് മുമ്പ് ദേവസ്വം ബോർഡിൽ പണി കിട്ടി. ഞാൻ കൊട്ടാരക്കര ഗണപതി ബോർഡിലാണ് ജോലി കിട്ടിയത്. രാവിലെ 5 മണിക്ക് പോകും, രാവിലെ 9 മണിക്ക് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ കേട്ടത് എങ്ങനെ ചേട്ടൻ ഈ പ്ലെയിനിൽ പറഞ്ഞു തരുമോ എന്നിട്ട്. അത് അണ്ണൻ്റെ കാര്യം നോക്കിയപ്പോൾ എനിക്കറിയേണ്ട. ശരി, നല്ല കാര്യം. അത് വിട്ട് ഈ ക്ഷേത്രം പണിയത് 2014 പ്രതിഷ്ഠ വെച്ച് 1.5 വർഷം നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ഈ ക്ഷേത്രം പണിയത്. 1.5 വർഷം ക്ഷേത്രത്തിൽ ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ നാട്ടുകാരുടെ സഹകരണമില്ല, ഒന്നുമില്ല. അവർ അച്ഛനും മക്കളും മരുമകളും ഭാര്യയുടെ അവർ 4 പേര് 5 പേര് മാത്രം താമസിക്കുന്ന വീടാണ്. അങ്ങേര് മാത്രം നല്ലൊരു മനുഷ്യനാണ്. അങ്ങേര് ആരുടെയും സഹകരണം പിള്ളേനെ വിളിക്കുള്ളൂ. എന്നെ പേര് പറഞ്ഞാലും എന്നെ വിളിച്ചില്ല. എന്നെക്കാളും പ്രായം കൂടുതലുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ എന്നെ തമ്പിന്ന് വിളിച്ചിട്ടില്ല, ഞാൻ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വേറൊരു കോവിലൊന്നും പോയില്ല. അങ്ങനെ സ്വന്തമായിട്ട് ശിവക്ഷേത്രം ചെറുത് വെച്ച് അവിടെ നിന്ന് പോയി ആദ്യം ചെയ്തത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മരുത്തുമല എന്ന് പറഞ്ഞ തലസ്ഥാനത്താണ് ഒരു ആശ്രമം പോലെ പണിയത്. അവിടെ ചെയ്ത് ഇവിടെ നിന്നൊക്കെ പോയി ഇവരെല്ലാം അവിടെ ചെയ്ത് എല്ലാം റെഡിയാക്കി എന്നിട്ട് ഒരു ഓടിട്ട കെട്ടിടമാണ്. അത് ഇപ്പോഴും അവിടെ ഉണ്ട്, മരുത്തുമലയുണ്ട്. അതിന് അവിടെ ഒരു മുത്തുമണി എന്ന് പറഞ്ഞൊരു സ്വാമിക്ക് വിറ്റിട്ട് അവിടെ നിന്ന് കിട്ടിയ പൈസയും നാട്ടുകാരിൽ നിന്ന് പിരിച്ച പൈസയും കൊണ്ടാണ് ശിവക്ഷേത്രം ഇവിടെ പണിയത്. അല്ലാതൊന്നല്ല. ഈ സ്ഥലം പോലും ഇവിടെ ഒരു വഴിയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഫസ്റ്റ് കാണുന്നത് പോലീസ് ബാബുവിൻ്റെ സ്ഥലമാണ്. അതിൻ്റെ അടുത്തൊരു മുസ്ലിമിൻ്റെ സ്ഥലമാണ് കൊടുത്തത്. അതുപോലെ 2 സൈഡിൽ നിന്ന് സ്ഥലം കൊടുത്താണ് വിട്ടത്. അതിൻ്റെ അടുത്ത് ഈ നായർ ഇരിക്കുന്ന നായർ എന്ന് പറഞ്ഞാൽ ഈ തമ്പി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ജോലിയുള്ള പുള്ളി ഫ്രീ ആയിട്ട് 1 സെന്റ് സ്ഥലം ഇട്ട് കൊടുത്തു നായർക്ക്. അതായത് 1 സെന്റിന് അടുപ്പിച്ച് വരും. അത് നായർക്ക് ഇട്ട് കൊടുത്ത്. അടുത്ത് SS ചെയർമാൻ ജയകുമാർ എന്ന് പറഞ്ഞത് അതിൻ്റെ അടുത്താണ്ട് അതാണ്. അവരെ കോവൽ വരെ പോയി എല്ലാം ആയപ്പോൾ പിന്നെ ആർക്കും വേണ്ട. എന്ന് വെച്ചാൽ റോഡായി കോവലായി അവർക്ക് പിന്നെ നാട്ടുകാർ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഈ 1 കിലോമീറ്ററിനകത്ത് 4 ശിവക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് പെയ്യാ ഒരു 400 മീറ്റർ പോകുമ്പോൾ അവിടെ ക്ഷേത്രമുണ്ട്, ചെറിയകുണം. ഇതിന്റെ തൊട്ടടുത്ത പാലം 400 മീറ്റർ പോകുമ്പോൾ അവിടെ നിന്ന് റോഡിൽ കയറി കഴിഞ്ഞാൽ അടുത്ത് തുണിക്കുടം ശിവക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ട് അപ്പുറത്ത് പോകുമ്പോൾ കൈതോടം ശിവൻകോല്. അവിടെ രാവിലെയും വൈകുന്നേരം വിളക്കെത്തിപ്പുണ്ട്.
അതുപോലെ കൈതൊട്ടണം ശിവങ്കര ക്ഷേത്രത്തിൽ തുടിക്കോട്ടണത്ത് ചൊവ്വയും വെള്ളിയും അവിടെ കത്തിക്കുന്നുണ്ട്. ഇവിടെ പൂജകളൊക്കെ നടക്കാറുണ്ട്. ഇവിടെ പിന്നെ ഈ തുടിക്കോട്ടണത്ത് ഇവിടെ ചെറിയ കുണത്താണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വിളക്കത്തിപ്പുണ്ട്. ഈ ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ രാത്രി 12:30 ശേഷം 1 മണിക്ക് ശേഷം കത്തിക്കും. നാട്ടുകാരില്ലാതെ കത്തിപ്പായിരുന്നു. പണ്ട് ഇവിടെ രാത്രി റെക്കാർഡൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ആളുകൾ വല്ല പിള്ളേർക്ക് പഠിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ പരാതി കൊടുത്ത് അത് ഒഴിവാക്കി. ഇപ്പൊ രാത്രി മാത്രമേ ഉള്ളൂ. ഇതായിരിക്കുന്ന ഒരു വിഘ്നേശ്വരന്റെ ഇതില് പോലും ഒരു തിരി കത്തിക്കില്ല. ഇതായിരിക്കും വിഘ്നേശ്വരന്റെ ഇതില് നാട്ടുകാരാണ് ഇവിടെയുള്ള നാട്ടുകാർ അയൽവക്കാരാണ് ഇവിടെ വിളക്കത്തിക്കുന്നത്. അത് അവര് പ്രതിഷ്ഠിച്ചാണോ? അവർ വെച്ചാണ്. അതുപോലെ ഇവിടുത്തെ ചുറ്റോടത്തുള്ള വീട്ടുകാരാണ് അവിടെ വിളക്കും തിരികെ വെച്ച് കത്തിക്കുന്നത്. അപ്പൊ ഇവരൊന്നും ചെയ്യില്ല. പിന്നെ അവൻ രാജസേന എന്ന് പറഞ്ഞാൽ എവിടെ പോയി പഠിച്ചിട്ട് വന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അങ്ങനെ ഇവിടെ കോവില് ചെയ്ത് വന്നതാണെങ്കിൽ പണ്ട് അവിടെ നിന്ന് അടിയൊക്കെ നടത്തി വെട്ടുകേസൊക്കെ നടത്തി ഇവിടെ വന്ന് ഇവിടുത്തെ TOP കേസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണിത്. ഈ മക്കള് തമ്മിൽ എങ്ങനെയാണ്? ആര്? ഇവര് തമ്മില്, ചേട്ടനനിയന്മാര് തമ്മിൽ? ഞാനാ? അല്ല, ഈ ഇദ്ദേഹത്തിന്റെ മക്കൾ. എന്റെ കൂടെയാ? അല്ല, ഈ സാമിയുടെ മക്കള് തമ്മില്. അവര് പിന്നെ മക്കളുമായിട്ട് ഇതായിരിക്കൂലേ. അപ്പൊ ഇവര് ഈ ഇപ്പൊ ഈ സോലാടുന്നപ്പോ ഞാൻ തെറിയൊക്കെ വിളിച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് തന്ന ഒരു മക്കൾക്ക് ഒരു പണി കൊടുത്തതാണ്. അപ്പൊ അന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷെ ആരെന്തൊരു പണി കൊടുത്താലും കൃത്യമായിട്ട് ഇത് ഞങ്ങൾക്ക് കോടതി വിധി ഒന്നവിടെ കിട്ടി. മാന്യ രീതിയിൽ ആദ്യമേ ഇത് ഞങ്ങളെ നാട്ടുകാർ അറിയിക്കുക സമാധിക്കണമെന്ന് ഞങ്ങൾ മുന്നോട്ട് ചെയ്യുമായിരുന്നല്ലോ. അല്ലെങ്കിൽ വാർഡ് മെമ്പർ അറിയിക്കണല്ലോ അച്ഛനെ സമാധിയിരുത്താൻ പോകണമെന്ന്. അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ച് അച്ഛൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അതൊരു തെളിവുണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. 5 കൊല്ലത്തേക്ക് മുമ്പേ തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന് മൂടാങ്കരി കൊണ്ടുവച്ചെന്നാണ്. 5 കൊല്ലത്തേക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പത്രത്തിൽ എഴുതി വെച്ചോ? ഇപ്പോഴത്തെ വെള്ള പേപ്പറിൽ എഴുതി വെച്ചാൽ അച്ഛൻ 5 കൊല്ലത്തേക്ക് വന്ന് അംഗീകരിക്കാൻ നോക്കൂല. അന്നത്തെ പത്രത്തിൽ 5 കൊല്ലത്തേക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു പത്രത്തിൽ ഞാൻ സമാധിരിക്കുകയാണ്, എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ് വെളിയിൽ ആരെയും കാണിക്കേണ്ട എന്ന് പറഞ്ഞ് 5 കൊല്ലത്തേക്ക് മുമ്പ് ഒരു പത്രത്തിൽ സമാധിയായിട്ട് പറഞ്ഞ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഫുൾ സപ്പോർട്ടോടെ നിൽക്കും. ഇപ്പൊ എനിക്കും അങ്ങനെ ഭാര്യയുടെയോ മക്കളുടെയോ മരുമകളുടെയോ ആരുടെയോ പിണക്കൊന്നുമില്ല. ഇപ്പോഴും സ്നേഹം. പക്ഷെ ഈ ചെയ്ത തെറ്റിന് തെറ്റെന്ന് പറയും. എവിടെ തെറ്റ് കണ്ടാലും തെറ്റെന്ന് പറഞ്ഞ കൂട്ടത്താണ്. നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നല്ല രീതിയിലായ സർക്കാർ ഹൈക്കോടതിയുടെ വിധി വന്നപ്പം ഇത് സന്തോഷമായി. തിങ്കളാഴ്ച പോലീസും ജില്ലാ കളക്ടറും എല്ലാം ഇവിടെ വന്നതാണ്. ആറ്റും തഹസിൽദാരും എല്ലാം വന്നതിന് ഇവരെല്ലാം കൂടി ചേർത്തു. അന്ന് നടത്താൻ സംഘർഷമാണെന്നാണ്. ഇവിടെ ഒരു സംഘർഷത്തിന് ഇല്ല. ഒരു മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യനും മുസ്ലിം വരും, എല്ലാവരും സഹകരിക്കും. അവിടെ രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ വർഗീയത അല്ല. ഇവിടെ വർഗീയതയുടെ ഒരു ആവശ്യമില്ല. വർഗീയത കൊണ്ടുവന്നാൽ ഞങ്ങൾ വിടൂല, നാട്ടുകാരായി ഞങ്ങൾ വിടൂല. വർഗീയത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ കണ്ടില്ലേ നാട്ടുകാരാണ് ഇപ്പൊ നിൽക്കുന്നത്. വർഗീയതക്കാരുടെ ആരും ഇവിടെ ഇല്ല. ഇന്നലെ 24 ഞാൻ കൊടുത്തപ്പോഴും എന്നെ 24 ഇരുന്നുകൊണ്ട് ആരോ പറഞ്ഞു ഞാൻ ഭീകരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. ക്രിസ്ത്യാനിയല്ല, ഞാൻ കാണിച്ചത് എന്റെ വീട്ടില് ചക്രത്തമ്മയുടെ ഫോട്ടോ വെച്ച് ഞാൻ വിളക്കത്തിക്കുന്നവനാണ്. ഞാൻ 29 വർഷം കൊണ്ട് ഞാൻ അവിടെ മുടങ്ങാതെ അമ്പലത്തിൽ പോകാനാണ്. കൊറോണ സമയത്തിന് ആദ്യത്തെ കൊറോണ സമയത്ത് 2 മാസം മാത്രം ഞാൻ മുടങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാ മാസവും ഞാൻ അമ്പലത്തിൽ പോകാണ്. നാളെ രാത്രി വീണ്ടും പോകണം എനിക്ക് അമ്പലത്തിൽ. മറ്റൊന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്, മലയാള ആദ്യ വെള്ളിയാഴ്ചയാണ്. ഞാൻ എന്റെ കടയിലും പേരിട്ട് ഞാൻ ചക്രത്തമ്മ സ്റ്റോറിനാണ്. എനിക്ക് പെട്ടിക്കട. ഞാൻ നല്ല കൂലിപ്പണി ചെയ്ത് ഡെയിലി രാവിലെ 10 മണിക്ക് മുമ്പേ 1000 രൂപയ്ക്ക് തേങ്ങ വീട്ടി വീട്ടിൽ വരണം വന്നുകൊണ്ടിരുന്നതാണ്. 2019 ഞാൻ സോലായി. ഇതേ ചാനൽ ഈ അവിടെ നിന്ന് പറഞ്ഞ ചാനൽ അവിടെ വെള്ളം കെട്ടി കിടന്ന് വേസ്റ്റ് വെള്ളത്തിന് തുറന്നുകൂടെ ഇറങ്ങിയപ്പം മലമ്പനി പിടിച്ചാണ് എനിക്ക്. അങ്ങനെ അവസാനം കാറ്റിന്റെ അസുഖമായി. അങ്ങനെ ഞാൻ തകർന്ന് എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റാതെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വീണ്ടും ഞാൻ വീടുന്ന് ഇവിടെ ഈ അപ്പുറത്ത് റോഡ് ഇട്ടത് ഇവിടെ നിന്ന് ഒരു പുതിയ റോഡ് അങ്ങോട്ട് ഇട്ടാൻ കരുതി പോയപ്പോൾ കമ്മ് വന്ന് അടിച്ച് ഞാൻ വീടുന്ന് നട്ടല് എന്റെ സൈഡിൽ ഇടിച്ച് 2011 റോഡ് വെട്ടിയപ്പോൾ ഇതായി റോഡ്. ആ റോഡ് തെളിയാ കിടക്കുന്നത്, അതിന്റെ അപ്പുറം തെളിഞ്ഞ് ആ റോഡ് തെളിയാ കിടന്ന്. ഇപ്പൊ എനിക്ക് കാല് കൃഷ്ണന്റെ ഭാഗത്ത് പഴുപ്പ് കെട്ടി നട്ടലിന്റെ ഈ കാല് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ പഴുപ്പ് എടുത്തിട്ട് ഇപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുകയാണ്. ഞാൻ കൂലിപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രം മണിയസ്വാമി എന്ന് പറയുന്നതും ഗോസ്വാമി എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ട്. തടിമൃഗം വടം കയറ് പിടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങേരോടെ ഞാൻ വാനം വെട്ടാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്നെ തമ്പിന്ന് വിളിക്കാനാണ്, ഞാനും ചേട്ടാന്നാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ അവരോട് എനിക്കൊരു വ്യക്തിപരമല്ല. അങ്ങേര് മരിച്ചാൽ എനിക്ക് സങ്കടമുണ്ട്, സഹതാപമുണ്ട്. അങ്ങേര് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു നല്ലൊരിതാണ്, നല്ലൊരു തന്റെ ഇടം കഴിവുള്ളൊരു വ്യക്തിയായിരുന്നത്. പക്ഷെ അങ്ങേർക്ക് ഇത് എന്ത് പറ്റി, എങ്ങനെ ചെയ്തു, ആര് ചെയ്തു, ഉപ്പ് തിന്നുന്ന ആള് വെള്ളം കുടിക്കണം, ആര് തെറ്റുകാരന്റെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ്. അതിപ്പോ ഒരു നീതി നമുക്ക് കിട്ടി. നമ്മൾ ഇതിനു വേണ്ടി ഇത് പരാതി കൊടുത്ത് പോലീസ് വന്ന് എല്ലാം ചെയ്ത് എല്ലാം വന്നതിന് ശേഷം നമുക്കൊരു നീതി കിട്ടി. ഹൈക്കോടതി ഒരു ഉത്തരവ് കിട്ടിയതോടെ നമുക്കത് ഭയങ്കര സന്തോഷമായി. അത് ഇനി അത് സർക്കാർ പോലീസുകാർ അത് എന്താണ് ചെയ്യേണ്ടത് ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മളുണ്ട്. അല്ല ഇവിടെ സംഘർഷത്തിന് മറ്റേതിന് ഇതിന് ഒരു ഞങ്ങളില്ല.